നമസ്തേ. സൂപ്പർ സൺഡേയിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്തിനും ഡൽഹിക്കും ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് ഗുജറാത്ത് പരാജയപ്പെടുത്തിയപ്പോൾ ചെന്നൈയെ 20 റൺസിനാണ് ഡൽഹി കീഴടക്കിയത്. IPLൽ ഇന്ന് സഞ്ജുവിന്റെ രാജസ്ഥാൻ ഹാർദിക്കിന്റെ മുംബൈയെ നേരിടും. വാങ്കഡയിൽ ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിനാണ് മുംബൈ ഇന്നിറങ്ങുന്നത്. IPL ആവേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര, കൂടെയുള്ളത് ശരത്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. ഗുജറാത്തിനെതിരെ കളി മറന്നപ്പോൾ ഹൈദരാബാദ് ഏറ്റുവാങ്ങിയത് സീസണിലെ 2ാം തോൽവിയാണ്. 3 വിക്കറ്റുമായി ഗുജറാത്തിന്റെ നെടുന്തൂണായ മോഹിത് ശർമ്മയാണ് കളിയിലെ താരം. ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മുംബൈക്കെതിരായ മത്സരത്തിലെ പ്രകടനം ഗുജറാത്തിനെതിരെയും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയോടെ ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് അടിമുടി വിറച്ചു. സൺറൈസേഴ്സിന് വേണ്ടി ബാറ്റ് ചെയ്ത ഒരു താരത്തിന് പോലും 30-ന് മുകളിൽ സ്കോർ കണ്ടെത്താൻ സാധിച്ചില്ല. ഹെൻറിച്ച് ക്ലാസനും അബ്ദുൾ സമദും അഭിഷേക് ശർമ്മയും ഒക്കെ പൊരുതി നോക്കിയെങ്കിലും ടീം സ്കോർ ഇത്തവണ 162 റൺസിൽ അവസാനിച്ചു. 3 വിക്കറ്റ് പ്രകടനവുമായി മോഹിത് ശർമ്മയും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി മറ്റു ബോളർമാരും ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞു മുറുക്കി. മറുപടി ബാറ്റിംഗിൽ മികച്ച രീതിയിൽ തുടങ്ങിയ ഗുജറാത്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. നായകൻ ശുഭ്മാൻ ഗില്ലും ഋദ്ധിമാൻ സാഹയും സായി സുദർശനുമെല്ലാം ടീമിന് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. പിന്നീടിറങ്ങിയ ഡേവിഡ് മില്ലറും വിജയ് ശങ്കറും കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. വിജയം സ്വന്തമാക്കിയ ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ 4ാമതും പരാജയം ഏറ്റുവാങ്ങിയ ഹൈദരാബാദ് 5ാം സ്ഥാനത്തുമാണ്. 3 വിക്കറ്റുമായി ഹൈദരാബാദ് ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടിയ മോഹിത് ശർമ്മയാണ് ഗുജറാത്തിന്റെ വിജയശില്പി. സ്പോർട്സ് ഡെസ്ക്, ജനം. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ആദ്യ തോൽവി. വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 20 റൺസിനായിരുന്നു ചെന്നൈയുടെ പരാജയം. ഡൽഹിയുടെ മികവേറിയ ബൗളിംഗിന് മുന്നിലാണ് ചെന്നൈയുടെ ബാറ്റിംഗ് നിര അടിയറവ് പറഞ്ഞത്. 21 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ ഖലീൽ അഹമ്മദാണ് കളിയിലെ താരം. തുടർച്ചയായ 2 പരാജയങ്ങൾ. എതിരാളികളാകട്ടെ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ പൊരുതിക്കളിച്ച ഡൽഹി സീസണിലെ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. വിശാഖപട്ടണത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച ഡൽഹി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓപ്പണറായി ഇറങ്ങിയ പൃഥ്വി ഷായും ഡേവിഡ് വാർണറും മികച്ച തുടക്കമാണ് ഡൽഹിക്ക് സമ്മാനിച്ചത്. അർദ്ധ സെഞ്ചുറിയുമായി ഡേവിഡ് വാർണറും മികച്ച ഇന്നിംഗ്സുമായി പൃഥ്വി ഷായും കളം നിറഞ്ഞു. പിന്നീടെത്തിയ നായകൻ ഋഷഭ് പന്തും അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ ടീം സ്കോർ 190 കടന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് തുടക്കം പിഴച്ചു. നായകൻ ഋതുരാജ് ഗോയ്ക്വാദിനെയും രച്ചിൻ രവീന്ദ്രയും ചെന്നൈക്ക് തുടക്കത്തിൽ തന്നെ നഷ്ടമായി. പിന്നീടെത്തിയ അജിൻക്യ രഹാനെയും ഡാരിൽ മിച്ചലും ടീമിനെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റി. എന്നാൽ ശിവൻ ദുബൈയുടെയും രവീന്ദ്ര ജഡേജയുടെയും വേഗത കുറഞ്ഞ ബാറ്റിംഗ് ചെന്നൈക്ക് തിരിച്ചടിയായി. 8ാമനായി കളത്തിലിറങ്ങിയ മഹേന്ദ്ര സിംഗ് ധോണി കൂറ്റനടികളുമായി കളം നിറഞ്ഞെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ അത് മതിയായിരുന്നില്ല. ഡൽഹി സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയപ്പോൾ ചെന്നൈ സീസണിലെ ആദ്യ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. സ്പോർട്സ് ഡെസ്ക്, ജനം. ഇപ്പോൾ ഇന്നലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ സൂപ്പർ സൺഡേ ആയിരുന്നു. 2 മത്സരങ്ങളുണ്ടായിരുന്നു. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് 7 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയപ്പോൾ 2ാം മത്സരത്തിൽ ആണെങ്കിൽ മികച്ച രീതിയിൽ ചെന്നൈയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൽഹി സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി. അപ്പോൾ നമുക്ക് ആദ്യ മത്സരത്തിന്റെ ഒരു വ്യക്തമായ വിശകലനം നമുക്ക് BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ സാറിനോട് ചോദിച്ചറിയാം. സാർ, ഇന്നലത്തെ ആദ്യ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലെ ഒരു വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. പക്ഷേ ടീമിന് ഇന്നലെ ഗുജറാത്തിനെതിരെ തീർത്തും കളി മറന്ന ഒരു പ്രകടനമായിരുന്നു. അത് ബാറ്റിംഗിൽ കാര്യമായ രീതിയിൽ അവർക്ക് ശോഭിക്കാൻ സാധിച്ചില്ല. കാരണം അവർ ഒറ്റ ബാറ്റ്സ്മാൻമാർക്ക് പോലും 30-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ സാർ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഇന്നലെ പൂർണ്ണമായിട്ടും സൺറൈസേഴ്സിന്റെ ബാറ്റർമാരുടെ ഒരു മോശം പ്രകടനം, അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തെങ്കിലും അവർ ഈ ഒരു സ്കോർ അല്ല കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, ഒരു റെക്കോർഡ് ടോട്ടല്. പക്ഷെ ആ ബാറ്റർമാരെല്ലാം സെറ്റിലായിട്ട് ഔട്ടാവുന്നു. 20 റൺസിന് മുകളിൽ ഔട്ടാവുന്ന രീതിയിലോട്ട് ബാറ്റർമാർ പോകുന്നു. പ്രത്യേകിച്ച് വളരെ സെറ്റിലായിട്ട് അഭിഷേക് ശർമ്മയായാലും എല്ലാ ബാറ്റർമാരുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തുടങ്ങുന്നു, അതിനുശേഷം ഔട്ടാവുന്നു. അപ്പോൾ
ഇവിടെ എടുത്തു പറയേണ്ടത് മോഹിത് ശർമ്മയുടെ ഒരു ബോളിംഗ് മികവും കൂടാതെ ഗുജറാത്തിന്റെ ആ ബൗളർമാരുടെ ഒരു പ്രകടനം അത് വളരെ നിർണായക ഘട്ടത്തിൽ അവർ പുറത്തെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികളുടെ മുന്നിൽ അവർക്കൊരു വിജയം നേടാൻ സാധിച്ചു. അതും വളരെ അനായാസം. സൺറൈസേഴ്സിനെ പോലെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയെ ഞെട്ടിച്ച ഒരു ടീമിനെതിരെ നേടുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഗുജറാത്തിന് ലഭിച്ച ഒരു പ്രതീതി. അവരുടെ ബൗളർമാരും കൂടാതെ ബാറ്റർമാരും വളരെ മികച്ച രീതിയിൽ ഇന്നലെ ആ മത്സരത്തെ നേരിട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ സ്കോർ മറികടക്കാനായിട്ട് നല്ലൊരു തുടക്കം അത് അനിവാര്യമായിരുന്നു. വൃദ്ധിമാൻ സാഹയും ശുഭ്മാൻ ഗില്ലും പിന്നീട് വന്ന സായി സുദർശനായാലും എല്ലാ രീതിയിലും അവർക്ക് ആ ഒരു സ്കോർ മറികടക്കാനായിട്ട് ഒരിക്കലും ഒരു വിഷമം തോന്നിയില്ല. മികച്ച രീതിയിലുള്ള ഒരു കൺവിൻസിങ് വിക്ടറി അല്ലെങ്കിൽ ഒരു ആധികാരിക വിജയം അത് വേണം ഇന്നലെ ഗുജറാത്തിന്റെ വിജയത്തെ കുറിച്ച് പറയാനായിട്ട്. സർ, അതുപോലെ തന്നെ ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചെന്നൈയും ഡൽഹിയും ഋഷഭ് പന്തിന്റെയും ധോണിയുടെയും ബാറ്റിംഗ് മികവ് കണ്ട് സ്റ്റേഡിയത്തിലെ ആരാധകർ ആർത്തുല്ലസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നലെ തീർത്തും രണ്ടാമത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയുടെ ഒരു തിരിച്ചുവരവ് അത് രണ്ട് മത്സരം പരാജയപ്പെട്ടതിന് ശേഷം ഇന്നലെ ഏറെ ആശ്വസിക്കാവുന്നത് ഇന്ത്യയുടെ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വന്ന ഋഷഭ് പന്തിന്റെ അർദ്ധ സെഞ്ചുറിയാണ്. അദ്ദേഹം വീണ്ടും ഫോമിലോട്ട് വന്നിരിക്കുന്നു. അത് ഭാരതത്തിന് വളരെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഋഷഭ് പന്തിനെ പോലെയുള്ള ഒരു താരം ഇനിയുള്ള മത്സരങ്ങൾ ലോകകപ്പ് വരാനിരിക്കുന്നു, ടെസ്റ്റ് വരാനിരിക്കുന്നു, എല്ലാ രീതിയിലും എല്ലാ ഫോർമാറ്റിലും അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനും കീപ്പ് ചെയ്യാനും കഴിവുള്ള ഒരു താരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭാവം ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ ഏറെ മാറ്റം സംഭവിച്ചിരുന്നു. പുതിയ താരങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി എടുത്തു പറയേണ്ടതാണ്. കൂടുതൽ കോൺഫിഡൻസോട് കൂടി അദ്ദേഹത്തിന് ഡൽഹിയെ നയിക്കാനും ഡൽഹിയെ വിജയത്തിലോട്ട് എത്തിക്കാനും അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത്. പിന്നെ ചെന്നൈയുടെ കാര്യം തീർത്തും രണ്ട് വിജയത്തിന് ശേഷം ഇന്നലെ ഏറ്റ ഒരു ആഘാതം അത് എനിക്ക് തോന്നുന്നു ബൗളർമാരുടെ ഒരു കുറവാണ്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് ദീപക് ചാഹാർ എന്നുള്ള ബൗളറിന് മാത്രം 40 റൺസിലധികം പൃഥ്വി ഷായും കൂടാതെ ഡേവിഡ് വാർണറും ചേർന്നുള്ള മികച്ച കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ട് അവർക്ക് രണ്ടുപേരുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ഋഷഭ് പന്ത് വന്ന് നല്ലൊരു സ്കോർ പടുത്തുയർത്താനായിട്ട് ഡൽഹിക്ക് സാധിച്ചു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ തുടക്കത്തിലെ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു ക്യാപ്റ്റനായിട്ടുള്ള ഗായ്ക്വാഡിന്റെയും. എന്തായാലും തോൽവി അറിഞ്ഞ ചെന്നൈ ഇനി ആ കുറവ് പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞ വേറൊരു കാര്യം പഴയ ഒരു ധോണിയുടെ ആ ഒരു ബാറ്റിംഗ് മികവ്. കീപ്പിംഗിൽ പറയേണ്ട കാര്യമില്ല, ഈ IPL ഏറ്റവും മികച്ചൊരു കീപ്പറായിട്ട് ധോണി മാറുന്നു. എങ്കിൽ തന്നെയും ബാറ്റിങ്ങിന്റെ മികവും നമുക്ക് ആ പഴയ പടക്കുതിരയെ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും മഹേന്ദ്ര സിംഗ് ധോണി എന്നും ബാറ്റിങ്ങിലായാലും കീപ്പിങ്ങിലായാലും 300 T20 വിക്കറ്റ് കീപ്പറായിട്ട് അദ്ദേഹം ക്യാച്ച് ആയാലും സ്റ്റംപിംഗ് ആയാലും നേടിയിരിക്കുന്ന ആ ഒരു ലോക റെക്കോർഡ് അതിലോട്ടും അദ്ദേഹം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ആ മത്സരത്തിന്റെ ഒരു പ്രത്യേകത. 300 ക്യാച്ചസും അല്ലെങ്കിൽ സ്റ്റംപിങ്ങും എല്ലാം ഉൾപ്പെടെ അദ്ദേഹം നേടിയിരിക്കുന്നു. അപ്പൊ വിക്കറ്റ് കീപ്പറായിട്ട് റെക്കോർഡുകളുടെ ഒരു മത്സരം കൂടിയായി മാറി എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം T20 ക്രിക്കറ്റിൽ. എന്തായാലും ഇന്നലത്തെ മത്സരം ചെന്നൈ ആ തോൽവി തീർച്ചയായിട്ടും അവര് മേടിച്ചു വാങ്ങിയതാണെന്ന് തന്നെ പറയണം. കാരണം അവരുടെ ബോളിംഗ് ഒരിക്കലും ഒരു നിലവാരത്തിലോട്ട് ഉയർന്നില്ല. ഒരുപക്ഷെ ഡൽഹിയുടെ മികച്ച ടീമാണ് ഡൽഹി. ആ ഒരു പ്രകടനം അവർ ഇന്നലെ പുറത്തെടുത്തു, മികച്ച ഒരു വിജയവും. ഇനിയുള്ള മത്സരങ്ങൾ ലീഗ് റൗണ്ട് എല്ലാം തന്നെ കൂടുതൽ ആവേശത്തിലോട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനിയുള്ള മത്സരങ്ങളിൽ കാണാൻ പോകുന്നത്. അതെ, തീർച്ചയായും സർ. കാരണം നമ്മളിപ്പോൾ പറയുന്നത് നാളത്തെ, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് IPL-ൽ സഞ്ജുവിന്റെ രാജസ്ഥാൻ ഹാർദിക്കിനെ മുംബൈയാണ് നേരിടുക. രാത്രി 7:30 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ, അത് ചരിത്രമുറങ്ങുന്ന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജസ്ഥാൻ റോയൽസ് ഇന്ന് കളത്തിലിറങ്ങുന്നതെങ്കിൽ തുടർ പരാജയങ്ങൾ വരെയുന്ന മുംബൈ ഇന്ത്യൻസിന് ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ആ ഒരു മത്സരത്തെ ഏത് രീതിയിലാണ് സാർ നോക്കിക്കാണുന്നത്? കാരണം നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ 2 പരാജയത്തിന് ശേഷം വരുമ്പോൾ രാജസ്ഥാൻ ആകട്ടെ തുടർച്ചയായ 2 വിജയങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ ഒരു മത്സരത്തിനെ സാർ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇരു ടീമുകൾക്കും സമ്മർദ്ദം ഒരേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മുംബൈക്കാണ് കൂടുതലെന്ന് തോന്നുന്നു. കാരണം അവര് 2 മത്സരം പരാജയപ്പെട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വരുന്നു. കൂടാതെ നമ്മൾ ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഹാർദിക് പാണ്ഡ്യ എന്നുള്ള ക്യാപ്റ്റൻ നയിക്കുന്ന മുംബൈ. അപ്പൊ ഹാർദിക് പാണ്ഡ്യ ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ മുംബൈ താരങ്ങളെല്ലാം തന്നെ ഈ മത്സരത്തിന്റെ ഒരു ഇമ്പോർട്ടൻസും വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇനിയൊരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും രാജസ്ഥാൻ എങ്ങനെയല്ല, രാജസ്ഥാൻ അവരുടെ കോൺഫിഡൻസ് ലെവല് പ്രത്യേകിച്ച് 2 മത്സരം വിജയിച്ച ഒരു ടീം,
അവര് മുംബൈക്കെതിരെ കളിക്കുമ്പോൾ അവർക്ക് ഈ മത്സരവും വളരെ നിർണായകമാണ്. അവർ വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ല ഒരു മത്സരം. തീർത്തും സമ്മർദ്ദം മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ്. IPL വിശേഷങ്ങളുമായി നാളെ വീണ്ടും എത്തും. ഇന്നത്തെ IPL ആവേശം ഇവിടെ തീരുകയാണ്. നമസ്തേ.